പട്ടികജാതി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെറുവത്തൂർ വെള്ളച്ചാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറിക്കായി ക്ലാസ് മുറികൾ, ഹോസ്റ്റൽ കെട്ടിടം, അനുബന്ധ സൗകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ട് 5 വർഷം. ഇതുവരെയും സ്കൂൾ കെട്ടിടം വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തിട്ടില്ല. കാട് മൂടിക്കിടക്കുന്ന ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. കോടികൾ ചെലവാക്കി പണിത ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം, 100 കുട്ടികൾക്ക് താമസിക്കാൻ ഹോസ്റ്റൽ കെട്ടിടം. 2021 കോവിഡ് വ്യാപന സമയത്ത് ഓൺലൈനായാണ് കെട്ടിടം തിരക്കിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഹെഡ്കോയ്ക്കാണ് ക്ലാസ് മുറി, ഹോസ്റ്റൽ, ലാബ്, ലൈബ്രറി ഉൾപ്പെടെയുള്ളവയുടെ ഫർണിച്ചർ ഒരുക്കുന്നതിനുള്ള ചുമതല. എന്നാൽ മുന്നൊരുക്കം നടത്തിയിട്ട് 5 ആണ്ട് കഴിഞ്ഞിട്ടും ക്ലാസ് ഇതുവരെ തുടങ്ങിയില്ല. കെട്ടിടങ്ങൾ കാട് മൂടിക്കിടക്കുന്ന സ്ഥിതിയിലും. ബിൽഡിങ്ങിന്റെ പണി പൂർണ്ണമായും ഫിനിഷായി കഴിഞ്ഞു. ഇപ്പോൾ അത് ആ ബിൽഡിംഗ് കയറി കഴിഞ്ഞാൽ പ്രാവൊക്കെ തൂറിയാകെ വശക്കേടായിട്ട് ആ ബിൽഡിങ്ങിൽ വെറുതെ ബിൽഡിംഗ് നശിച്ചു പോകുന്ന സാഹചര്യമാണ് ഇപ്പം ആ ബിൽഡിംഗ് സംബന്ധിച്ചത്. ഹോസ്റ്റലടക്കം മോശമായിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഉണ്ടായ സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സാണ്. നിങ്ങൾക്ക് പോയി ശ്രദ്ധിച്ചു, കാട് പിടിച്ചിട്ട് കിടക്കുന്നതാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇവിടെ 120 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിൽ 4 ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ളതിനാൽ കുട്ടികൾ കൂടുതലും ആശ്രയിക്കുന്നത് മറ്റ് സ്കൂളുകളെയാണ്. പിന്നെ എന്തിനാണ് തിരക്കിട്ട് കോടികൾ ചിലവാക്കി ഹയർ സെക്കൻഡറി കെട്ടിടം നോക്കുകുത്തിയായി പണിതതെന്ന സംശയത്തിലാണ് നാട്ടുകാർ. ഇത്രയും സാമ്പത്തിക ചെലവ് നടത്തിയിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഒരു ഉപയോഗം ജനങ്ങൾക്ക് വന്നില്ല. കേളപ്പജി സ്കൂൾ തൊട്ടടുത്താണ്. ഹയർ സെക്കൻഡറിയാണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയാണ്. അതുപോലെ കരിവള്ളൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയാണ്. അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഒരു 3-4 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇതിൻ്റെ ആവശ്യം തീരെ ഇല്ലാത്തതാണ് എനിക്ക് തോന്നുന്നു. അതേസമയം ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട പട്ടികജാതി വികസന ജില്ലാ ഓഫീസിൽ നിന്ന് SC ഡയറക്ടറേറ്റ് മുഖാന്തരം സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിച്ചതാണ്. കോഴ്സ് അനുവദിക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അനുകൂല തീരുമാനം ഇതുവരെ ഉണ്ടായില്ല. ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് ഫയലുകൾ ചിതലരിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു നാടിന്റെ നാളെയുടെ സമ്പത്താണ്. റിപ്പോർട്ടർ, കാസർകോട്.